ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹാദീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കോംബോ തന്നെയാണ് കേട്ടോ. സാധാരണ എല്ലാവരും ഈ ബാജിയും പൂരിയൊക്കെയാണ് എടുക്കാറ് കോമ്പിനേഷൻ അല്ലേ. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൂരി അതുപോലെ തന്നെ മുട്ട കൊത്തി പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഇത് ഉണ്ടാക്കിക്കോട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭൂരിക്കുള്ള ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മൈദ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ച് ഇതേപോലെ ഒരു പരുവത്തിന് ഡോ ആക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ ആവശ്യമുള്ളത് 2 മീഡിയം സൈസിലുള്ള തക്കാളി, 2 മീഡിയം സൈസിലുള്ള സബോള, 2 പച്ചമുളകും കൂടി എടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് എക്യുപ്മെൻ്റ് ഉണ്ട്, അത് ക്രഷ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതേപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിക്സിനകത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അരിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടിയും ക്രഷ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് റെഡിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുക. ഫ്രൈ പാൻ എടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സാധാരണ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മിക്സ് അതിനകത്തോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചു. അപ്പോഴത്തേനും കുറച്ചും കൂടെ വെള്ളം ഒന്ന് പെട്ടെന്ന് തന്നെ വറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വറ്റി വരുന്ന സമയം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നിങ്ങളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം മാത്രം മതി നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി നിങ്ങൾക്കും ക്രഷ്ഡ് ചില്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത് വലിയ ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് എങ്ങനെയാണ് സെറ്റാകുന്നതെന്ന് വെച്ചാൽ അതുപോലെ റെഡിയാക്കിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഭൂരി പരത്തി ഇതേപോലെ വട്ടത്തിൽ ഓരോന്ന് പരത്തിയെടുത്ത് ഞാൻ പൊരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല അടിപൊളി കോംബോ ആണ്. എൻ്റെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.